ഇന്ന് ഞാൻ തക്കാളി ചോറാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അതിൽ 2 പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ഇട്ടിട്ട് ഒന്ന് വതക്കി. അതിന് ശേഷം 2 സവാള, വലിയുള്ളി മുറിച്ചത് ഇട്ടു. അതൊന്ന് വതക്കിയ ശേഷം ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചത് അതും ഇടും. ഇട്ടിട്ട് അതൊന്ന് വറകട്ടെ. ഉള്ളിയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വതക്കി അതിലേക്ക് നമ്മൾ 2 തക്കാളി, ചോറിന് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി അതെടുത്തത്. തക്കാളി 2 എണ്ണം പേസ്റ്റായിട്ട് അരച്ചത്. തക്കാളി ചോറ് പറയുമ്പോൾ തക്കാളി നല്ലതാണല്ലോ. തക്കാളി പേസ്റ്റായിട്ട് അരച്ചത് ഒന്ന് വതകട്ടെ. നന്നായിട്ടൊന്ന് വതക്കണം. ഒന്ന് വതകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വതകി അതിലേക്ക് തിളച്ച വെള്ളം, അരി 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2.5 ഗ്ലാസ്സിനുള്ള വെള്ളം അളന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3-3.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമായതുകൊണ്ട് അരി കഴുകിയിട്ട് വെള്ളമില്ലാതെ കഴുകുക. ഇത് അരിയിട്ടു. ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ, അതിന് ഗ്യാസ് ഓഫാക്കിയിടാം. വിസിൽ പോയ ശേഷം ഗ്യാസ് അടുപ്പ് തുറക്കാം. ഉപ്പേരി വയ്ക്കാനാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 വലിയ ഉള്ളി, ചെറിയൊരു തക്കാളി അരിഞ്ഞൊന്നും ഇങ്ങനെ വതക്കണം. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവുണ്ടാവില്ല, അതുകൊണ്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൽ അത് പറയാൻ മറന്നു. സവാള ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വതക്കിയിട്ട് ഇത് തക്കാളിക്കോട് 1 വിസിൽ വന്നു. ഇനി ഒന്നും കൂടെ വന്നാൽ അത് ഓഫ് ചെയ്യാം. ഞാൻ അതിലേക്ക് ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. ഇത് കിടന്ന് നന്നായി മൊരിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാം. തക്കാളി ചോറ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, സാലഡ്, കാളിപ്പുറവ് വറുത്തത്, പപ്പടം,